സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 14. കുഞ്ഞുമോൻ തിളപ്പിച്ച ചക്കരക്കാപ്പിയുമായി പാറമുനമ്പിന് മുകളിലേക്ക് വന്നു. അതിരാവിലെ പാറമേൽ തമരടിച്ചു തുടങ്ങിയ ഡാനിയും തങ്കച്ചനും വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു. ഇനി മതിയട തങ്കച്ച, നല്ലപോലെ വെയിലുദിച്ചു, കുഞ്ഞുമോൻ പറഞ്ഞു. പാറമേൽ തമരടിക്കുന്ന ജോലി മിക്കവാറും ദിവസങ്ങളിലുമുണ്ട്. അതിരാവിലെ എണീറ്റാലുടൻ കമ്പിയും ചുറ്റുകയും പ്ലാസ്റ്റിക് ചെരുവത്തിൽ വെള്ളവും എടുത്തുകൊണ്ട് പാറമുനമ്പിലേക്ക് പോവുകയാണ് അവരുടെ പതിവ്. കഷ്ടിച്ച് 9 മണി വരെ മാത്രമേ തമര് കുഴിക്കുന്ന പണി നടക്കൂ. അപ്പോഴേക്കും വെയിലിന് ചൂടേറും, പാറ പൊള്ളി തുടങ്ങും. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം നേരത്തെ ചന്ദ്രനുദിക്കുന്ന ദിവസങ്ങളിലും തമര് കുഴിക്കും. പാറയുടെ ചൂട് ആറണമെങ്കിൽ രാത്രി 8 മണിയെങ്കിലും ആകും. നിലാവത്തിരുന്ന് രാത്രി 10 മണി വരെ തമരടിക്കാം. ഇടയ്ക്കിടെ ബീഡിയും പുകച്ച് കഥകളും പറഞ്ഞിരുന്നാൽ പാറ തുരന്നു കയറുന്നത് അറിയില്ല. പല പാറമുനമ്പുകളിലായി ആഴം കുറഞ്ഞ 5ഉം 6ഉം തമർക്കുഴികൾ വീതം ഇതിനകം രൂപം കൊണ്ടു കഴിഞ്ഞു. ഇനി കട്ടൻ കാപ്പി കുടിച്ചിട്ട് അടിക്കൂ ഡാനി, കുഞ്ഞുമോൻ പറഞ്ഞു. ഇനി 1/2 ഇഞ്ച് കൂടി താഴ്ന്നാൽ മതി. ഡാനി വെള്ളമിരുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്നും ഇടത് കൈക്കൊമ്പിളിൽ വെള്ളം കോരി കമ്പിയുടെ ചെടയ്ക്ക് മീതെ ഒഴിച്ചു കൊടുത്തു. ചുറ്റിയ കൊണ്ടുള്ള അടിയേറ്റ് ചൂട് പിടിച്ച് ചെട പരന്ന കമ്പിയുടെ മുകളറ്റത്തു നിന്നും കമ്പിയിലൂടെ താഴേക്ക് തമിർക്കുഴിയിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങി. കമ്പി തമിർക്കുഴിയിൽ നിന്നും ഉയർത്തി കമ്പിക്ക് ചുറ്റും പുതഞ്ഞു കുഴഞ്ഞ പാറപ്പൊടി ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് താഴേക്ക് ഊർത്തി വടിച്ചു കളഞ്ഞ ശേഷം ഡാനി കമ്പി നോക്കി കുഴിയുടെ ആളമളന്നു. തങ്കച്ചൻ തമരടി നിർത്തി. കട്ടൻ കാപ്പി ഗ്ലാസ്സിലൊഴിച്ച് ഊതി കുടിച്ചു തുടങ്ങി. 5 മിനിറ്റിനുള്ളിൽ ഡാനിയും നിർത്തി. ചുറ്റികയുടെ നിരന്തരമായ അടിയേറ്റ് ചൂടായ കമ്പി മുകളിലേക്കെടുത്തു. കമ്പിയുടെ ചൂടേറ്റ് ചുട്ടുപൊള്ളി തുടങ്ങിയ കൈ വെള്ളത്തിൽ മുക്കി. കമ്പി കഴുകി മാറ്റിവെച്ച ശേഷം ഡാനിയും കട്ടൻ കാപ്പി കുടിച്ചു. തങ്കച്ചൻ വണ്ണം കുറഞ്ഞ കമ്പിയെടുത്ത് അതിൽ തുണി ചുറ്റി തമർക്കുഴി ക്ലീൻ ചെയ്യുന്ന പണി തുടങ്ങി. അല്പം മുമ്പേ ചങ്കു വന്നിട്ട് പോയി. നമ്മുടെ നരേന്ദ്രൻ്റെ വിവരം വല്ലതും അറിഞ്ഞോന്നും ചോദിച്ച് തങ്കച്ചൻ പറഞ്ഞു. അവൻ എന്നാ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ദിവസം 2 ആയില്ലേ പോയിട്ട്? ഇന്നലെ തിരിച്ചു വരേണ്ടതല്ലേ? ഡാനി ഉത്കണ്ഠപ്പെട്ടു. നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചു പോകണ്ടേ? തങ്കച്ചൻ ചോദിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? നെടുങ്കണ്ടത്ത്, അല്ലാതെവിടെ? ഒരു ദിവസം കൂടെ നോക്കാം. അവനെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്നത് അപകടമാണ്. അന്വേഷിച്ചു വരുന്നവരെ പിടിക്കാൻ പോലീസ് കാവലിരിക്കും, ഡാനി പറഞ്ഞു. ആ ഇൻസ്പെക്ടറെ മര്യാദ പഠിപ്പിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ അത് തീക്കളിയാണെന്ന്. അവന്മാരെ ഉപദ്രവിച്ചാൽ വെറുതെ വിടുമോ? തങ്കച്ചൻ പറഞ്ഞു. അവന്മാരും മനുഷ്യരല്ലേ, നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മളും വെറുതെ വിടുകയല്ലെന്ന് അവന്മാരും ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്തായാലും ഒരു ദിവസം കൂടെ നോക്കാം, ഡാനി പറഞ്ഞു. തങ്കച്ചൻ തമർക്കുഴികൾ ക്ലീൻ ചെയ്തു. അതിലോരോന്നിലും തുണി തിരിപോലെ തീർത്ത് കുത്തി തിരികി നിറച്ചു. ഇനി പാണ്ടിക്കാർ വന്ന് ഇതിനകത്ത് വെള്ളമൊഴിച്ച് വെക്കാതെ നോക്കിയാൽ മതി. തമർക്കുഴികളിലെല്ലാം തുണി തിരികി നിറച്ചിട്ട് പുല്ലും വെട്ടിയിട്ട് മൂടി. പ്രത്യക്ഷത്തിൽ അവിടെ തമർക്കുഴികൾ ഉണ്ടെന്ന് തോന്നില്ല. അവർ കട്ടൻ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും കരുണൻ വന്നു. 2 മുനമ്പേലും കൂടെ എത്ര തമരുണ്ട്? കരുണൻ ചോദിച്ചു. മൊത്തം 16 മതി. ചങ്ക് അപ്പുറത്തെ പാറയിൽ 6 എണ്ണം കുഴിച്ചിട്ടുണ്ട്. മറ്റവന്മാർ വരുമെന്ന് കേട്ടത് ശരിയാണോ? കഞ്ഞിക്കുഴി തമ്പാനാ പറഞ്ഞത്. നാളെയോ മറ്റന്നാളോ മഞ്ഞപ്പെട്ടിന്ന് കുറേ ആദിവാസി തമിഴന്മാരെയും കൂട്ടി അവന്മാർ റെയ്ഡിനിറങ്ങാൻ പ്ലാനുണ്ടെന്ന്. വെടിമരുന്ന് ഇന്നേ നിറച്ച് വെക്കണോ? വേണ്ട, വരുമോന്ന് കണ്ടിട്ട് മതി, സമയമുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു റെയ്ഡ് സംഘം എത്താനിടയുണ്ടെന്ന് ഇന്നലെ വൈകിട്ടാണ് കമ്പക്കല്ലിൽ അറിവ് കിട്ടിയത്. തമിഴ്നാടിൻ്റെ റെയ്ഡ് സംഘം വരിക മഞ്ഞപ്പെട്ടി ആദിവാസി കോളനി വഴിയാണ്. കൂട്ടിനവർ മഞ്ഞപ്പെട്ടിയിലെ ആദിവാസി തമിഴന്മാരെയും കൊണ്ടുവരും. തമിഴ്നാടിൻ്റെ റെയ്ഡ് പലതരത്തിലുണ്ട്. തോട്ടം വെട്ടി നശിപ്പിച്ച് തീയിട്ടിട്ട് പോകുന്ന മിന്നൽ സ്ക്വാഡ്, വിളവെടുക്കാറായ തോട്ടങ്ങൾ തെരഞ്ഞു പിടിച്ച് വെട്ടിയിട്ട് തമിഴന്മാരായ കഞ്ചാവ് കച്ചവടക്കാർക്ക് തോട്ടം മൊത്തം മതിപ്പ് വിലയ്ക്ക് വിൽക്കുന്ന സ്പെഷ്യൽ സ്ക്വാഡ്. അത്തരം സംഘത്തോടൊപ്പം കഞ്ചാവ് കച്ചവടക്കാരായ തമിഴന്മാരും ഉണ്ടാകാറുണ്ട്. മഞ്ഞപ്പെട്ടിയിലെ ആദിവാസികളെ കൊണ്ടുവന്ന് കഞ്ചാവ് വെട്ടിയെടുത്ത് ചുവപ്പിച്ച് മഞ്ഞപ്പെട്ടിയിൽ കൊണ്ടുപോയി സംസ്കരിച്ച് തമിഴ് കച്ചവടക്കാർക്ക് വിലപേശി വിൽക്കുന്ന സാധാ റെയ്ഡ് സംഘം. ഇതിനെല്ലാം പുറമെ തമിഴ് കച്ചവടക്കാരുടെ കള്ള റെയ്ഡുമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യൂണിഫോം അണിയിച്ച് അവർ കുറേ തമിഴ് ആദിവാസികളെ കൊണ്ടുവന്ന് മൂപ്പെത്തിയ കഞ്ചാവ് അതേപടി വെട്ടി കെട്ടിയെടുത്തു കൊണ്ടുപോകും. ആദിവാസികൾക്ക് ദിവസക്കൂലി കൊടുത്താൽ മതി. മലകൾക്ക് താഴെ നിന്ന് ചിലന്തിയാറിൻ്റെ കരയിലൂടെ വരുന്ന തമിഴ് സംഘത്തെ തിരിച്ചോടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പാറവെടി. നരേന്ദ്രൻ്റെ കാര്യം എന്തായി? കരുണൻ തിരക്കി.
ഇന്ന് വരുമെന്നാ പ്രതീക്ഷ, ഡാനി പറഞ്ഞു. പാറമുനമ്പിൽ നിന്ന് അവർ കൂടാരത്തിലേക്ക് മടങ്ങി. ഇനി കഞ്ചാവ് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന പണി ബാക്കിയാണ്. ഉച്ചയായപ്പോൾ ഓർക്കാപ്പുറത്ത് നരേന്ദ്രൻ വരുന്നത് കണ്ട് കഞ്ചാവിന് തടം വെട്ടിക്കൊണ്ട് നിന്ന കുഞ്ഞുമോൻ ഉറക്കെ വിളിച്ചുകൂവി. ഡാനി, തങ്കച്ച, ദേ വരുന്നു കാലമാടൻ. ഉച്ചക്കഞ്ഞിക്ക് വട്ടം കൂട്ടുകയായിരുന്ന ഡാനിയും തങ്കച്ചനും ചാടി പുറത്തിറങ്ങി. രണ്ട് കൈയിലും ഓരോ വലിയ സഞ്ചിയും തൂക്കിപ്പിടിച്ച് നരേന്ദ്രൻ വരുന്ന കാഴ്ച അവർ കൺകുളിർക്കെ കണ്ടു. കുഞ്ഞുമോൻ നേരെ ചെന്ന് നരേന്ദ്രൻ്റെ തോളത്ത് ആഞ്ഞ് ഒരടിയടിച്ചു. പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ കഴിവരുടെ മോനെ നീ ഞങ്ങളെ. എവിടായിരുന്നു നീ 2 ദിവസം? ഇതങ്ങോട്ട് പിടിച്ചേ, പറയാം. നരേന്ദ്രൻ 2 കൈയിലെയും സഞ്ചി കുഞ്ഞുമോനെ ഏൽപ്പിച്ചു. സൂക്ഷിച്ച് പിടിച്ചോളണം, കുപ്പിയുണ്ടകത്ത്, താഴെയിട്ട് പൊട്ടിക്കരുത്. എത്ര കുപ്പിയുണ്ട് നരേന്ദ്ര? കുഞ്ഞുമോൻ്റെ കണ്ണുകൾ തിളങ്ങി. നരേന്ദ്രൻ ഡാനിയുടെ തോളത്ത് പിടിച്ചുകൊണ്ട് ടെൻറ്റിലേക്ക് കയറി ചെന്നു. എവിടായിരുന്നു നീ? നെടുങ്കണ്ടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡാനി ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. നരേന്ദ്രൻ താൻ ഇവിടുന്ന് പോയപ്പോൾ മുതലുള്ള എല്ലാ സംഭവങ്ങളും വിശദീകരിച്ചു. എല്ലാം കേട്ടിട്ട് കുഞ്ഞുമോൻ താടിക്ക് കയ്യൂന്നി. ഇതിപ്പം വല്ലാത്ത ഗുലുമാലായല്ലോ. നമുക്കവനെ അടിച്ചു തീർക്കാൻ പറ്റുമോ നരേന്ദ്ര? ഡാനി ചോദിച്ചു. അത് ഒരാളല്ല ഡാനി, 10 പേരല്ല, 100 പേരുമല്ല. മഹാദേവൻ തമ്പിയുടെ ഉരുക്കു കോട്ടയാണത്. ഒരു ധർമ്മരാജനെ നശിപ്പിക്കാൻ നമുക്ക് പറ്റും. പകരം 100 ധർമ്മരാജന്മാരെ നമുക്ക് നേരിടേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യും? ആരുമറിയാതെ ആ കുടുംബത്തെ നെടുങ്കണ്ടത്ത് നിന്ന് വേരോടെ പിഴുതെടുത്ത് ധർമ്മരാജനും കൂട്ടരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതേ നിവൃത്തിയുള്ളൂ. അതൊക്കെ 3-4 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഡാനി ചോദിച്ചു. നടത്തണം. നിനക്കിതിൻ്റെ വല്ല കാര്യവും ഉണ്ടോ നരേന്ദ്ര? ആ തള്ളയുടെയും പെൺമക്കളുടെയും പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ നിനക്ക് നല്ല സുഖമായിട്ട് കഴിയാമായിരുന്നില്ലേ? വല്ല മനോപ്രയാസവും ഉണ്ടായിരുന്നോ? അവരുടെ പാടും ദുരിതവുമായിട്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞേനെ. ഇതിപ്പം അവർ കാരണം നിനക്കും രക്ഷയില്ല, നീ കാരണം അവർക്കും രക്ഷയില്ല. കൈവെള്ള പൊട്ടിച്ച് ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അവിടെ കൊണ്ടുപോയി ദാനം ചെയ്തിട്ട് വേണ്ടാത്ത വയ്യാവേലി എടുത്ത് തലയിൽ കയറ്റിവെച്ച പോലെയായി. ഇനിയെങ്കിലും അവരെ വിട്ടിട്ട് സ്വന്തം തടി രക്ഷിക്കാൻ നോക്ക്. അതെന്തൊരു വർത്തമാനമാ കുഞ്ഞുമോനെ? സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ ലോകത്തെല്ലാവരും ജീവിക്കുന്നത്? നമ്മളെ ആശ്രയിക്കുന്നവരെ സ്നേഹിക്കുന്നവരെയൊക്കെ ചിലപ്പോൾ സംരക്ഷിക്കേണ്ടി വരും. അതല്ലേ ജീവിതത്തിൻ്റെ ഒരു സുഖം, ഡാനി പറഞ്ഞു. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതാ എൻ്റെ തീരുമാനം, നരേന്ദ്രൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇനി സുഖമായിട്ടും സുഭിക്ഷമായിട്ടും ജീവിക്കാമെന്ന് കരുതിയല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ജീവിക്കാനുള്ള കൊതി വർഷങ്ങൾക്ക് മുമ്പേ തീർന്നുപോയി. പിഴച്ച ചില കണക്കുകളുണ്ട് എനിക്ക്. അത് തിരുത്തണം. മറ്റു ചിലർ ശരിയാണെന്ന് കരുതി വെച്ച ചില കണക്കുകൾ വെട്ടി തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുമുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സും അടുത്തു പോകും. കുഞ്ഞുമൻ പിന്നെ മിണ്ടിയില്ല. തങ്കച്ചൻ മാത്രം പറഞ്ഞു. ഈ കഞ്ചാവ് ആരും വന്ന് റെയ്ഡ് ചെയ്തു പോകാതെ കിട്ടിയ എൻ്റെ പണി തീർന്നല്ലോ എന്ന് സമാധാനിച്ചിരിക്കുക ഞാൻ. അതിനിടയ്ക്ക് വേറെ ഒരു ഏടാകൂടത്തിന് ഞാനില്ല, പറഞ്ഞേക്കാം. ആരൊക്കെ ഇല്ലെങ്കിലും ഞാനുണ്ടടാ നിൻ്റെ കൂടെ, ഡാനി നരേന്ദ്രൻ്റെ ധൈര്യം പകർന്നു. രാത്രിയിൽ കരുണനും ശങ്കറും എത്തി. നരേന്ദ്രൻ മടങ്ങി വന്ന വിവരം അവർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. നരേന്ദ്രൻ കൊണ്ടുവന്ന മദ്യക്കുപ്പിയുമായി അവർ നിരപ്പായ പാറമേൽ ചെന്നിരുന്നു. ഗ്ലാസുകളും വെള്ളവും തങ്കച്ചനാണ് കൊണ്ടുവന്നത്. തമിഴ് റെയ്ഡ് സംഘം വരാനിരിക്കുന്നതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവർ പാറപ്പുറത്തിരുന്ന് മദ്യപിച്ചു. നാട്ടുവെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരസ്പരം ഒരു നിഴൽ പോലെയേ കാണാനൊക്കൂ. കരുണൻ ഇതിനിടെ കൃത്യമായി മദ്യം ഗ്ലാസ്സിൽ പകരുകയും വെള്ളം ചേർക്കുകയും ചെയ്തു. ഏതൊരുട്ടിലും കരുണൻ എല്ലാ ഗ്ലാസ്സിലും തുല്യമായി മദ്യം ഒഴിക്കും. കരുണൻ്റെ കണ്ണ് കെട്ടിയ ശേഷം 10 ഗ്ലാസ്സിൽ മദ്യം ഒഴിപ്പിച്ചാലും ശരി, ഓരോ ഗ്ലാസ്സിലെയും മദ്യം തമ്മിൽ തുള്ളിക്ക് പോലും വ്യത്യാസം വരില്ല. അതിൻ്റെ ഗുട്ടൻസിനെക്കുറിച്ച് കരുണൻ തന്നെ പറയും. ഇവൻ ഗ്ലാസ്സിലോട്ട് ചെന്ന് വീഴുന്നതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എനിക്കറിയാം. അർദ്ധരാത്രിയാകുവോളം അവർ മദ്യപാനവും വർത്തമാനവുമായി പാറപ്പുറത്ത് തന്നെ ഇരുന്നു. നാളെയോ മറ്റന്നാളോ തമിഴന്മാരുടെ റെയ്ഡ് ഉണ്ടായേക്കുമെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് നരേന്ദ്ര, ഡാനി പറഞ്ഞു. അവന്മാർ വന്നാൽ നേരിടാൻ ഞങ്ങൾ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, കുഞ്ഞുമോൻ പറഞ്ഞു. നരേന്ദ്രൻ കൊണ്ടുവന്ന കുപ്പി ഒഴിയും വരെ അവർ അവിടെ ഇരുന്നു. പിന്നെ ഉറങ്ങാനായി പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ തങ്കച്ചൻ പാറമനമ്പിൽ ചെന്ന് കാവലിരുന്നു. താഴെ നിന്ന് റെയ്ഡ് സംഘം വരുന്നുണ്ടോ എന്നറിയണം. 10 മണിയായിട്ടും ആരെയും കാണാഞ്ഞ് തങ്കച്ചൻ തിരിച്ചു പോന്നു. അവന്മാർ മൂടൽമഞ്ഞുള്ള ദിവസം നോക്കിയായിരിക്കും വരുന്നത്.
അത് റെയ്ഡുകാരുടെ ഒരു കൗശലമാണ്, പ്രത്യേകിച്ചും തമിഴ് റെയ്ഡ് സംഘത്തിൻ്റെ. മഞ്ഞപ്പെട്ടി കോളനിയിലും കമ്പക്കല്ലിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും മൂടൽമഞ്ഞുള്ള പ്രഭാതങ്ങളിൽ റെയ്ഡിന് വന്നാൽ കഞ്ചാവ് കൃഷിക്കാർക്ക് ദൂരെ നിന്ന് അവരുടെ വരവ് കാണാൻ പറ്റില്ല. പക്ഷേ വളരെ അപൂർവമായേ മൂടൽമഞ്ഞുണ്ടാകാറുള്ളൂ. അടുത്ത ദിവസവും തങ്കച്ചൻ രാവിലെ പാറമുനമ്പിലേക്ക് പോയി. ഡാനിയും നരേന്ദ്രനും കൂടി കഞ്ചാവിന് വെള്ളമൊഴിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞുമോൻ കൂടാരത്തിനുള്ളിൽ പാചകവൃത്തിയിലായിരുന്നു. ഇടയ്ക്ക് തങ്കച്ചൻ്റെ കൂക്കുവിളി കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ഓടിപ്പാഞ്ഞു വരുന്നതും കണ്ടു. എടാ ഡാനി, കുഞ്ഞുമോനെ, അവന്മാർ വരുന്നുണ്ട്, തമിഴന്മാർ, അവൻ വിളിച്ചു പറഞ്ഞു. ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ഇട്ടിട്ട് 4 പേരും പാറമുനമ്പിലേക്ക് ഓടി. കിഴക്കാംതൂക്കായ മലയടിവാരത്തിലൂടെ കടവരിയാറിൻ്റെ കരപറ്റി തമിഴ്നാടിൻ്റെ റെയ്ഡ് സംഘം വരുന്നത് കാണാമായിരുന്നു. പകുതിയും ആദിവാസികളാ. കുഞ്ഞുമോൻ പിറുപിറുത്തു. അവന്മാരിങ്ങ് അടുക്കാറായല്ലോ, നരേന്ദ്രൻ പറഞ്ഞു. മഞ്ഞപ്പെട്ടി കോളനിയിൽ നിന്ന് വെളുപ്പിന് 3 മണിക്കെങ്കിലും നടപ്പ് തുടങ്ങിയതാവന്മാർ, ഉറപ്പാ, ഡാനി പറഞ്ഞു. അല്ലെങ്കിൽ ഇത്രയും ദൂരം ഇത്ര രാവിലെ നടന്നെത്തില്ല. തങ്കച്ചൻ തിരികെ കൂടാരത്തിലേക്ക് ഓടി. അവൻ വെടിമരുന്ന് പാക്കറ്റും തിരിയുമായി തിരിച്ചെത്തി. ഡാനി പാറമുനമ്പിലെ തമർ കുഴികളിൽ ഉള്ള പഴന്തുണി ഇളക്കി മാറ്റി. തങ്കച്ചൻ ദ്രുതഗതിയിൽ തമർ കുഴികളിൽ തിരിയിട്ടു വെടിമരുന്ന് നിറയ്ക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ശങ്കർ ഓടിയെത്തി. ഇവിടെ നിറയ്ക്കുന്നതേയുള്ളോ? ഞാനും കരുണനും നിറച്ചു കഴിഞ്ഞു. കരുണനെന്തിയെ? അവന്മാരെ കൃത്യം കാൽക്കീഴിലെത്താൻ നോക്കിയിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചകലെ ഏതോ പാറമുനമ്പിൽ നിന്നും പാറവെടിയുടെ ഒച്ച മുഴങ്ങി. ചെറുതും വലുതുമായ കരിങ്കൽ കഷ്ണങ്ങൾ മുകളിലേക്ക് ഉയർന്നു 4 പാടും ചിതറിത്തെറിച്ചു. അവ കുത്തനെ മലയടിവാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കടവരയാറിനരികിലൂടെ വരികയായിരുന്ന റെയ്ഡ് സംഘത്തിൻ്റെ നീക്കം പെട്ടെന്ന് തടസ്സപ്പെട്ടു. കല്ല് താഴെ എത്തിയെന്ന് തോന്നുന്നു, കുഞ്ഞുമോൻ പറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി 5 വെടിയൊച്ചകൾ മുഴങ്ങി. തമിഴ് റെയ്ഡ് സംഘം കുറച്ചു ദൂരം പിന്നോട്ടോടി. പിന്നെ അരമണിക്കൂറോളം കാത്തുനിന്നു. എന്നാടാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നേ, പന്നക്കഴുവരുടെ മക്കളെ, കുഞ്ഞുമോൻ ഉറക്കെ വിളിച്ചലറി. ഇങ്ങോട്ട് വാടാ, നിനക്കൊക്കെ നല്ല ഒന്നാന്തര സമ്മാനം വെച്ചിട്ടുണ്ടടാ. പക്ഷെ കുഞ്ഞുമോൻ്റെ ഒച്ചയൊന്നും 2000 അടി താഴേക്ക് ചെന്നില്ല. കാറ്റത്തെ പഞ്ഞിത്തുണ്ട് പോലെ അത് പറന്നുപോയി. വീണ്ടും തമിഴ് സംഘത്തിൻ്റെ മുന്നേറ്റം കണ്ടു. വെടിക്കെട്ട് തീർന്നെന്നാ അവന്മാരുടെ വിചാരം, തങ്കച്ചൻ പറഞ്ഞു. ഇതിനകം 6 നിറ അവർ തയ്യാറാക്കി കഴിഞ്ഞു. ഒരു ബീഡി കൊളുത്തി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിങ്ങൾ അപ്പുറത്തെ പാറക്കെട്ടിലേക്ക് പോയിക്കോ. അതനുസരിച്ച് മറ്റുള്ളവർ അടുത്ത മലയുടെ പാറക്കെട്ടിലേക്ക് നീങ്ങി. അവിടെ ചെന്ന് താഴേക്ക് നോക്കിയിട്ട് ഡാനി തോർത്ത് വീശി അടയാളം കാട്ടി. തങ്കച്ചൻ ബീഡി ആഞ്ഞു വലിച്ചു. ബീഡിക്കനൽ നല്ലപോലെ ജ്വലിപ്പിച്ചു. പിന്നെ അവൻ പാറമുനമ്പിൽ ഓടി നടന്ന തമർക്കുഴികളിലെ നിറയിൽ നിന്നും നീട്ടിയിട്ടിരിക്കുന്ന വെടിമരുന്ന് തിരികൾക്ക് ബീഡിക്കനലിൽ നിന്ന് തീ കൊളുത്തി. ചീറ്റിയ പുക കാരണം 6ാമത്തെ തിരി അവന് കാണാൻ കഴിഞ്ഞില്ല. ഓടി മാറടാ, ഡാനി വിളിച്ചു കൂവി. 6ാമത്തെ തിരിയും കണ്ടെത്തി തീ കൊളുത്തിയിട്ടേ തങ്കച്ചൻ ഓടി മാറിയുള്ളൂ. തമരടിക്കാരനും വെടിമരുന്ന് നിറയ്ക്കാനും തീ കൊളുത്താനും തങ്കച്ചനേക്കാൾ വിദഗ്ധരായി ആരുമില്ല. കിണറ്റിനുള്ളിൽ പാറ പൊട്ടിച്ചു പരിശീലിച്ചവനാണ് തങ്കച്ചൻ. പൊടുന്നനെ വെടിയച്ചകൾ മുഴങ്ങിത്തുടങ്ങി. വലിയ പാറപ്പണികൾ ആകാശത്തേക്ക് ഉയർന്നു താഴേക്ക് പതിച്ചു. ഇത്തവണയും തമിഴ് റെയ്ഡ് സംഘം ഓടി മാറുന്നത് അവർക്ക് കാണാമായിരുന്നു. വെടിമരുന്നിൻ്റെ ഗന്ധവും പുകയും അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. ഓരോ നിറ പൊട്ടുമ്പോഴും ഭൂമി കുലുങ്ങുന്നത് പോലെ അവർക്ക് തോന്നി. ഇത്തവണയും തമിഴ് സംഘം പിന്നോട്ടോടി. എന്നാടാ ഓടുന്നേ, വാടാ വാ, കുഞ്ഞുമോൻ തമിഴ് റെയ്ഡ് സംഘത്തെ വെല്ലുവിളിച്ചു. താഴെ മലയടിവാരത്തിൽ പൊട്ടിയ പാറകൾ പതിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു. തങ്കച്ചൻ ഇപ്പുറത്തെ കുന്നിലെ 6 തമർ കുഴികളിൽ വെടിമരുന്നും തിരിയും നിറച്ചുകൊണ്ടിരുന്നു. താഴെ 3/4 മണിക്കൂറോളം കാത്തുനിന്ന ശേഷം റെയ്ഡ് സംഘം വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങി. ഇത്തവണ അവന്മാർ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു, ശങ്കർ പിറുപിറുത്തു. നരേന്ദ്രനും കൂട്ടരും വീണ്ടും ഒരു മലയ്ക്കപ്പുറത്തേക്ക് മാറി. തങ്കച്ചൻ കുഴികളിലെല്ലാം വെടിമരുന്ന് നിറച്ചിട്ട് അവയ്ക്കും തിരികൊളുത്തി. വീണ്ടും ഇടിമുഴങ്ങുന്ന ഒച്ച, തെറിക്കുന്ന പാറക്കഷ്ണങ്ങൾ, കരിങ്കൽപ്പാളികൾ. മലമുകളിൽ നിന്ന് നരേന്ദ്രൻ്റെ സംഘവും അടിവാരത്തിലേക്ക് നോക്കി. മുളങ്കാടുകൾക്കിടയിലൂടെ റെയ്ഡ് സംഘത്തിൻ്റെ പിന്മാറ്റം കാണാമായിരുന്നു. വന്നതിനേക്കാൾ 2 ഇരട്ടി വേഗത്തിലാണ് മടക്കം. വിവിധ മലകളിൽ ആർപ്പുവിളിയും കൂക്കുവിളിയും പടക്കം പൊട്ടുന്ന ശബ്ദങ്ങളും കേട്ടു തുടങ്ങി. ഒരു കൂട്ടർ പിന്തിരിഞ്ഞോടുന്ന റെയ്ഡ് സംഘത്തെ പരിഹസിച്ച് കൂക്കി വിളിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വിജയം ആഘോഷിക്കുകയാണ്. റെയ്ഡ് സംഘം വളരെ ദൂരെ എത്തുന്നതുവരെ നരേന്ദ്രനും ഡാനിയും അടക്കമുള്ളവർ മലങ്കെട്ടിന് മീതെ തന്നെ നിന്നു. ഇനിയും തമർക്കുഴികളിൽ വെടിമരുന്ന് നിറയ്ക്കണോ എന്നറിയാൻ തങ്കച്ചൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇനി വേണ്ട എന്ന് കുഞ്ഞുമൻ തോർത്ത് വീശി അടയാളം കാട്ടി.
നരേന്ദ്രനും കൂട്ടരും കൂടാരത്തിലേക്ക് മടങ്ങി. തങ്കച്ചൻ ഉച്ചവരെ പാറപ്പുറത്ത് തന്നെയിരുന്നു, തമിഴന്മാർ തിരിച്ചു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. 2 മണിയോടെ തങ്കച്ചനും തിരിച്ചു പോന്നു. ഇനി അവർ തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ്. വന്നാൽ മടങ്ങിപ്പോകാൻ അവർക്ക് സമയം കിട്ടില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ കരുണനും ശങ്കറും കൂടാരത്തിലേക്ക് വന്നു. ഉഗ്രൻ വെടിക്കെട്ടായിരുന്നു കേട്ടോടാ. ശങ്കർ തങ്കച്ചനെ അഭിനന്ദിച്ചു. അവന്മാരുടെ ആരുടെയെങ്കിലും തലയിൽ കല്ല് വീണോ? ചത്തോ? ഒന്നും അറിയത്തില്ലല്ലോ. കരുണൻ സംശയം പ്രകടിപ്പിച്ചു. പണ്ടൊരുത്തൻ അങ്ങനെ ചത്തതാ. പിന്നെ കുറേ കാലത്തേക്ക് അവന്മാരുടെ ശല്യമില്ലായിരുന്നു. കുഞ്ഞുമോൻ പറഞ്ഞു. അല്ലേലും കേരളത്തിൽ നിൽക്കുന്ന കഞ്ചാവ് വെട്ടാൻ തമിഴ്നാട്ടുകാരൻ എന്നാ കാര്യം? കടവരിയാറിനപ്പുറത്തോട്ട് തമിഴൻ്റെ ഒരു സെൻറ്റ് ഭൂമി പോലുമില്ല. ഇനി വേറൊരു കൂട്ടർ വരാനിരിക്കുന്നു. തമിഴന്മാർ കള്ള ഫോറസ്റ്റുകാരുടെ വേഷം കെട്ടി തോക്കുമായിട്ട് റെയ്ഡിനൊരു വരവുണ്ട്. അവന്മാർ ചിലന്തിയാറ് വഴിക്ക് വരുന്നത് കാരണം പാറവഴി നടപ്പില്ല. നേരിട്ടെതിർക്കുകയേ രക്ഷയുള്ളൂ. കുഞ്ഞുമോൻ പറഞ്ഞു. അവരുടെ കയ്യിൽ തോക്കുള്ളത് പ്രശ്നമല്ലേ? നരേന്ദ്രൻ ചോദിച്ചു. അതാണ് പ്രശ്നം. കഞ്ചാവുകാരനെ വെടിവെച്ചിട്ടാൽ ആരും ചോദിക്കാനില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം ചെമ്പകപ്പാറയെന്ന് വന്ന കൂട്ടുകൃഷിക്കാർ തമ്മിൽ കഞ്ചാവ് വിറ്റ പണം പങ്കിട്ടതിനെപ്പറ്റി തർക്കമുണ്ടായി. മലപ്പുറം കത്തികൊണ്ടാ തർക്കം തീർത്തത്. ഒരുത്തൻ പച്ചയ്ക്ക് ചത്തു വീണു. കേസിന് പോകാൻ പറ്റുമോ? ചത്തവൻ്റെയും കൊന്നവന്മാരുടെയും വീട്ടുകാരടക്കം എത്ര പേർ കുടുങ്ങും? അതുകൊണ്ട് പോലീസിനും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കും കാശ് കൊടുത്ത് കേസ് ഒതുക്കി. ഒരു കഞ്ചാവ് കൃഷിയുടെ പണം മുഴുവൻ അവന്മാരുടെ തലയിൽ കമഴ്ത്തിയപ്പോൾ സംഗതി ആന ചവിട്ടിക്കൊന്നതായിട്ട് വന്നു. ആർക്ക് പോയി? ചത്തവൻ്റെ വീട്ടുകാർക്കും 6 മാസം മുമ്പ് അവൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനും. കഞ്ചാവ് തോട്ടത്തിൽ കൊലപാതകം നടന്നാൽ ഒരെലി ചത്തതുപോലെയേ ഉള്ളൂ. ഭീകരൻ തോമ ഉണ്ടായിരുന്ന കാലത്ത് കള്ളറേഡുകാരെ പേടിക്കണ്ടായിരുന്നു. തമിഴന്മാരുടെ പൊടി പോലും ഈ ഭാഗത്തോട്ട് കാണാനില്ലായിരുന്നു. കരുണൻ പറഞ്ഞു. ആരാ ഈ ഭീകരൻ തോമ? നരേന്ദ്രൻ ചോദിച്ചു. ഇവിടെ കഞ്ചാവ് കൃഷിക്ക് വന്ന ഒരുത്തനാ. പിന്നെ അവനിവിടുത്തെ രാജാവായി. അവൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. ചുമ്മാ പേടിപ്പിക്കാനുള്ള തോക്കല്ല, വീരപ്പൻ്റെ ഒരു ചെറിയ പതിപ്പായിരുന്നു തോമ. ശത്രുവാണെന്ന് കണ്ട വെടിവെച്ചിടാൻ ഒരു മടിയുമില്ല. 5-6 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും കേസും പോലീസും ഒന്നും ഇല്ലായിരുന്നോ? എല്ലാം കഞ്ചാവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളാ. ഭയങ്കര ദുഷ്ടനും ക്രൂരനുമായതുകൊണ്ട് കഞ്ചാവ് കൃഷിക്കാർക്കെല്ലാം പേടിയായിരുന്നു. അവസാനം തോമ കഞ്ചാവ് കൃഷി നിർത്തിയിട്ട് കപ്പം പിരിക്കാൻ തുടങ്ങി. കപ്പം പിരിക്കലോ? നരേന്ദ്രൻ നെറ്റി ചുളിച്ചു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട്ടുരാജാക്കന്മാർ അവർക്ക് കപ്പം കൊടുക്കണമായിരുന്നെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഈ കമ്പക്കല്ലിലെ സകല കഞ്ചാവ് കൃഷിക്കാരും ഭീകരൻ തോമയ്ക്ക് കപ്പം കൊടുക്കണമായിരുന്നു. ഒന്നെങ്കിൽ കഞ്ചാവായിട്ട്, അല്ലെങ്കിൽ പണമായിട്ട്. എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. എതിർക്കുന്നവൻ്റെ നെഞ്ചത്തേക്ക് തോമ തോക്കു ചൂണ്ടും. ഒന്നുകൂടെ ചോദിക്കും, തരാമോടാ പന്നീന്ന്. ആരും സമ്മതിച്ചു പോകും. അങ്ങനെയല്ലേ അയാൾക്ക് ഭീകരൻ തോമാന്ന് പേര് വീണത് തന്നെ. കൊടുക്കാത്തവരെ കൊന്നിട്ടുണ്ടോ? പിന്നെയില്ലേ. അതുകൊണ്ടല്ലേ എല്ലാവരും അരക്ഷരം മിണ്ടാതെ കപ്പം കൊടുത്തു പോകുന്നത്. പക്ഷേ ഒരു ഗുണമുണ്ട്, തമിഴന്മാരെ പേടിക്കണ്ട. തോമ വെടിവെച്ച് ഓടിച്ചോളും. കേരളത്തിൻ്റെ റെയ്ഡ് വന്നാലോ? നരേന്ദ്രൻ തിരക്കി. അത് രക്ഷയില്ല. തോമയും പത്തി മടക്കി അടുത്ത മല കയറി ഒളിക്കുകയേയുള്ളൂ. ഒരിക്കൽ ഭീകരന് ഒരബദ്ധം പറ്റി. റെയ്ഡ് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി വിവരം കിട്ടിയില്ല. ഓർക്കാപ്പുറത്ത് മിന്നൽ സംഘം വന്നപ്പോൾ തോമ കരുതി തമിഴന്മാരുടെ കള്ള റെയ്ഡാണെന്ന്. തോമ തോക്കെടുത്ത് ഉന്നം പിടിച്ച ഒറ്റ വെടി. ഒരാൾ ചത്തു വീണു. അത് വലിയ കേസായി. തോമയെ പിടിക്കാൻ വമ്പിച്ച പോലീസ് പട കമ്പക്കല്ലിലെത്തി. പക്ഷെ ഭീകരനെ എവിടെ കിട്ടാൻ? കമ്പക്കല്ലിൽ ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ വല്ല വിഷമമുണ്ടോ? അവസാനം പോലീസ് തോറ്റു മടങ്ങി. ഇതുവരെ പിടിച്ചിട്ടില്ലേ? പോലീസിന് അവനെ കിട്ടിയില്ല. പിന്നെ ഭീകരൻ വലിയ പെൺകൊതിയനായിരുന്നു. അയാൾക്ക് 3-4 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഭീകരൻ തോമയുടെ കൂടെ കപ്പം പിരിക്കാൻ എപ്പോഴും ഉണ്ടാകും. പക്ഷേ രാത്രിയായാൽ ഭീകരൻ തോമ ശിഷ്യന്മാരുടെ അടുത്തുനിന്ന് മാറിക്കളയും. നേരം ഇരുട്ടിയാൽ പിന്നെ ശിഷ്യന്മാരെ എന്നല്ല ഒടയ തമ്പുരാനെ പോലും ഭീകരന് വിശ്വാസമില്ല. അയാൾ എവിടെയോ കിടന്നുറങ്ങുന്നതെന്ന് ആർക്കും അറിയില്ല. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി കിടന്നേ ഉറങ്ങൂ. ഒരു ദിവസം കിടന്ന സ്ഥലത്ത് പിറ്റേ ദിവസം കിടക്കാറില്ല. ഈ കമ്പക്കല്ലിൽ പാറക്കെട്ടും ഗുഹകളും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിനൊന്നും ഒരു പ്രയാസവുമില്ല. ഗുഹയിലാണ് കിടക്കുന്നതെങ്കിൽ വാതിൽക്കലൊരു കല്ലുരുട്ടി വെച്ചിട്ടേ തോമ കിടക്കൂ. ആഹാ, എന്നിട്ട്? നരേന്ദ്രന് ഉത്സാഹമായി. ഭീകരൻ വലിയ പെൺകൊതിയനായിരുന്നെന്നാ കേൾവി. ശിഷ്യന്മാരിലൊരുത്തൻ ആയിടയ്ക്കൊരു പെണ്ണ് കെട്ടി. ശിഷ്യനോട് ഭീകരൻ അവളെ ആവശ്യപ്പെട്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു. അതല്ല, ശിഷ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തോമ അവനെ പുറത്താക്കി കതകടച്ചിട്ട് അവൻ്റെ ഭാര്യയുടെ കൂടെ രാത്രി മുഴുവൻ കഴിഞ്ഞെന്ന് വേറൊരു കൂട്ടർ പറയുന്നു. സത്യമെന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല.
ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഭീകരൻ തോമ ഒരു ഗുഹയിൽ ചത്തുകിടപ്പുണ്ട്. അയാളുടെ തോക്കും അരികെ കിടപ്പുണ്ടായിരുന്നു. ആ തോക്ക് കൊണ്ട് തന്നെയാണ് അയാളെ വെടിവെച്ച് കൊന്നതും. അയാൾ എന്നും പേടിച്ച പോലെ തന്നെ രാത്രിയിൽ അയാളുടെ ആയുസ് എടുത്തു. ആര്? നരേന്ദ്രന് ഉദ്വിഗ്നനായി. അത് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? കുഞ്ഞുമോൻ തിരിച്ചു ചോദിച്ചു. പത്രത്തിലൊക്കെ വലിയ വാർത്തയുണ്ടായിരുന്നു. കൊന്നവനെ പിടിച്ചില്ലേ? ആര് പിടിക്കാൻ? കൊന്നത് ആരാണെന്ന് വിചാരിച്ച? പോലീസിന് ആശ്വാസം. വലിയ തലവേദന ഒഴിവായി കിട്ടിയല്ലോ. കഞ്ചാവ് കൃഷിക്കാർക്ക് ആശ്വാസം. കപ്പം കൊടുക്കണ്ടല്ലോ. തമിഴന്മാർക്കും ആശ്വാസം. ഭീകരൻ തോമയുടെ തോക്കിനെ പേടിക്കണ്ടല്ലോ. സംഭവം ഏതാണ്ട് ഇങ്ങനെയായിരുന്നെന്നാ ഊഹം. രാത്രി തോമ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പതിവ് പോലെ ചാരായം കുടിച്ചു. പതിവ് പോലെ ആരോടും മിണ്ടാത്ത തോക്കുമെടുത്ത് ഇറങ്ങി ഒറ്റപ്പോക്ക്. അതിലൊരു ശിഷ്യൻ പമ്മി പതുങ്ങി തോമയുടെ പിറകെ പോയി. തോമ അന്ന് രാത്രി കിടക്കാൻ തിരഞ്ഞെടുത്ത ഗുഹ ഏതാണെന്ന് കണ്ടുപിടിച്ചു. തോമ ഉറങ്ങുന്നതുവരെ കാത്തിരുന്നു. പിന്നെ നേരെ ചെന്ന് ശബ്ദം കേൾപ്പിക്കാതെ കല്ലുരുട്ടി മാറ്റി ഗുഹയിൽ കയറി. തോമയുടെ തന്നെ നിറതോക്കെടുത്ത് നല്ലപോലെ ഉന്നം പിടിച്ച് ഒറ്റ വെടി. തോമയുടെ കഥ കഴിഞ്ഞു. കുഞ്ഞുമോൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അല്പം കഴിഞ്ഞ് കരുണൻ പറഞ്ഞു, തമിഴന്മാർക്ക് ഭീകരൻ തോമയെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും അവരിൽ ചിലരുടെ വിശ്വാസം തോമ ചത്തിട്ടില്ലെന്നാ. അവനെ കൊല്ലാൻ ആർക്കും പറ്റില്ലത്രേ. അങ്ങനൊരുത്തനായിരുന്നു ഭീകരൻ തോമ. കുഞ്ഞുമോനും ശരിവെച്ചു. കുറേ സമയത്തേക്ക് കൂടാരത്തിനുള്ളിൽ നിശബ്ദത വ്യാപിച്ചു. ഒടുവിൽ കരുണൻ ചോദിച്ചു, ശനിയാഴ്ചത്തെ കാര്യം എങ്ങനാ നരേന്ദ്ര? നെടുങ്കണ്ടത്തിന് പോകണ്ടേ? പോകണം, നരേന്ദ്രൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ധർമ്മരാജനും കൂട്ടരും ആ അമ്മയെയും മക്കളെയും വെറുതെ വിടില്ല. നമ്മൾ എന്താ ചെയ്യുന്നേ? എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണ്ടേ പോകാൻ? അവരെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കണ്ടേ? വേണം. അത് വല്ലതും നടക്കുന്ന കാര്യമാണോ നരേന്ദ്ര? മാറ്റി താമസിപ്പിക്കണമെങ്കിൽ ഇതിനകം വീട് കിട്ടണ്ടേ? അതിന് കാശ് വേണ്ടേ? അവരുടെ ചെലവുകൾ നടത്തണ്ടേ? കുഞ്ഞുമോൻ ചോദിച്ചു. അതെല്ലാം നടത്തണം. വെള്ളിയാഴ്ച തന്നെ പോയി നമ്മുടെ മുതലാളിയുടെ അടുത്തുനിന്ന് കൂലി വാങ്ങണം. യോഹന്നാനെ ചെന്ന് കണ്ട് വീടിൻ്റെ കാര്യം എന്തായി എന്നറിയണം. വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ അവരെ നെടുങ്കണ്ടത്തുനിന്ന് മാറ്റുകയും വേണം. എല്ലാം നടക്കും കുഞ്ഞുമോനെ, നരേന്ദ്രൻ ദൃഢസ്വരത്തിൽ പറഞ്ഞു. നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ. അവൻ തൻ്റെ കൂട്ടുകാരെ നോക്കി. അവർ തമ്മിൽ നോക്കി. ഞങ്ങളെല്ലാവരും ഉണ്ട്, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 8 മണി കഴിഞ്ഞതേയുള്ളൂ. വാതിലടച്ചിട്ടില്ല. യോഹന്നാൻ അത്താഴം കഴിച്ച് കൈ കഴുകിയായിരുന്നു. അപ്പോഴാണ് മുറ്റത്തു നിന്ന് വിളി. ചേട്ടാ! യോഹന്നാൻ എത്തി നോക്കിയപ്പോൾ മങ്ങിയ ഇരുട്ടത്ത് നിഴൽ പോലെ നരേന്ദ്രൻ. അവിടെ നിൽക്കാണ്ട് ഇങ്ങകത്തേക്ക് കയറുപാമ്പേ. യോഹന്നാൻ ചുണ്ടിയെടുത്തു. നരേന്ദ്രൻ അകത്ത് കയറി. വീടിൻ്റെ കാര്യം? കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞെന്ന് നിനക്കറിയാമോ? ഒരു വാടക വീടിന് വേണ്ടിയിട്ട്. ജോലിക്ക് പോകാൻ പറ്റിയോ? അതുമില്ല. ഒരു ജോഡി ചെരുപ്പും തേഞ്ഞു. കാശ് കുറേ വണ്ടിക്കാരും കൊണ്ടുപോയി. വീട് കിട്ടിയോ? ഓ, കിട്ടി. യോഹന്നാൻ തെറുപ്പ് വീടിയെടുത്ത് ചുണ്ടത്ത് വെച്ചു. ഇല്ല, നീ എന്നെ നിലത്ത് നിർത്തുമോ? എവിടെയാ? നമ്മൾ കല്ലാർകുട്ടി ജംഗ്ഷനിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ ഒരു നിരപ്പില്ലേ? അവിടെ ഒരു കോളനി പോലെയാ. കത്തിപ്പാറ എന്ന് പറയും സ്ഥലപ്പേര്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ക്വാർട്ടേഴ്സ് അവിടെയല്ല. അതുപോലൊരു ക്വാർട്ടേഴ്സാണ് കിട്ടിയത്. ബോർഡിലെ ഒരു ജോലിക്കാരൻ്റെ വകയാ. അയാൾക്ക് വേറെ വീടുള്ളത് കൊണ്ട് അടച്ചിട്ടേക്കുമായിരുന്നു. കത്തിപ്പാറ നിരപ്പേൽ കുറേ മുകളിലായിട്ടാ. യോഹന്നാൻ തീപ്പെട്ടി ഉരിച്ച് ബീഡി കൊളുത്തി ബീഡിത്തലയ്ക്ക് ശരിക്ക് തീപിടിക്കാനായി 3-4 തവണ തുരുതുരാ വലിച്ചു. എന്നിട്ട് തുടർന്നു. ചെറിയ ക്വാർട്ടേഴ്സാ. ഒരു വരാന്തയും 2 മുറിയും അടുക്കളയും. സിമെൻറ്റും കുമ്മായും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. മഴ പെയ്താൽ അവിടെ ഇവിടെയുമൊക്കെ ചോരും. അങ്ങനെ അറ്റകുറ്റപ്പണി നോക്കിയാൽ ഒരുപാടുണ്ട്. സൗകര്യങ്ങൾ കുറവാ. കൊള്ളാവുന്നൊരു കുടുംബത്തിന് താമസിക്കാൻ അത്ര പോരാ. അതുകൊണ്ടാണ് അടച്ചിട്ടിരുന്നേ. പക്ഷേ പുറത്തോട്ടിറങ്ങിയാൽ നല്ല കാഴ്ചയാ. പനംകുട്ടി, വെള്ളത്തൂവല്, പൊന്മുടി, 1000 ഏക്കർ തുടങ്ങി മൂന്നാർ വരെയുള്ള നോട്ടം കിട്ടും. വാടക മാസം 600 മതി. താക്കോൽ? യോഹന്നാൻ കൈരി അല്പം ചെരിച്ചു കയറ്റി അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്തു കൊടുത്തു. 6 100 രൂപ നോട്ടുകൾ പോക്കറ്റിൽ നിന്ന് എണ്ണിയെടുത്തു നരേന്ദ്രൻ. ഇത് ചേട്ടൻ്റെ കയ്യിലിരിക്കട്ടെ. മെനക്കേട്ട് കൂലിയാ. ഉപകാരസ്മരണ വേറെ. പണം യോഹന്നാൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് അവൻ പറഞ്ഞു. രാത്രി 11 കഴിഞ്ഞു. ശാന്തമ്മയും പെൺമക്കളും ഉറക്കം പിടിച്ചിരുന്നു. പിൻവാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് 3 പേർക്കും ഉറക്കം ഞെട്ടി. വിനീത അകത്തെ ലൈറ്റിട്ടു. അവൾ വാതിൽ തുറന്ന് പിൻഭാഗത്തെ ചായ്പിലേക്ക് ഇറങ്ങി. രാജിമോളെ! ചായ്പിൻ്റെ വാതിലിനരികിൽ നിന്നും അടക്കിയ വിളിയച്ച. അവൾ ഒരു നിമിഷം തരിച്ചു നിന്നു. അങ്ങനെ വിളിക്കാൻ ഒരാളെയുള്ളൂവെന്ന് അവൾക്കറിയാം. എന്നിട്ടും സംശയം തീരാഞ്ഞ് ജനലിൻ്റെ മരപ്പാളി തുറന്നു നോക്കി. നരേന്ദ്രൻ ജനലിന് നേർക്ക് വന്നു. വെളിച്ചത്തിൻ്റെ പാളി അയാളുടെ മേൽ വീണു. വിനീതേ, വാതിൽ തുറക്ക്.
വിനീത വേഗം വാതിൽ തുറന്നു. നരേന്ദ്രൻ ചായ്പിലേക്ക് കടന്ന് വാതിലടച്ചു. അപ്പോഴേക്കും ശാന്തമ്മയും രാജുമോളും ഉണർന്നെണീറ്റ് ചായ്പിലേക്ക് വന്നു കഴിഞ്ഞു. വേഗം പോകാൻ ഒരുങ്ങിക്കോ, നരേന്ദ്രൻ തിടുക്കത്തിൽ പറഞ്ഞു. എങ്ങോട്ട്? വിനീത അന്തം വിട്ടു. നമ്മൾ ഇവിടുന്ന് താമസം മാറ്റുക, ഈ രാത്രി തന്നെ. ഇന്ന് തന്നെ പോകാനോ? നേരം പുലർന്നു കഴിഞ്ഞാൽ അപകടമാ. ധർമ്മരാജനും കൂട്ടരും വരും. ഇപ്പം തന്നെ സ്ഥലം വിടണം. വിനീതയും ശാന്തമ്മയും മുഖത്തോട് മുഖം നോക്കി. എങ്ങോട്ടാണെന്ന് പറയാതെങ്ങനാ? എന്നാ വിശ്വസിച്ചാ? നിങ്ങൾക്ക് താമസിക്കാൻ വേറെ വീടെടുത്തിട്ടുണ്ട്. അമ്മയും പെൺമക്കളും ചിന്താകുഴപ്പത്തിൽപ്പെട്ട പോലെ നിന്നു. എന്നെ വിശ്വസിക്കുക, ഈ രാത്രി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. ധർമ്മരാജൻ മഹാദേവൻ തമ്പിയുടെ ആളാണ്. പോലീസും അധികാരവും പണവും സ്വാധീനവും അയാൾക്കൊപ്പം നിൽക്കും. ഇപ്പോഴെൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ലെങ്കിൽ നാളെ രാത്രി മഹാദേവൻ തമ്പിയുടെ ബംഗ്ലാവിലായിരിക്കും നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരിക. സാഹചര്യത്തിൻ്റെ ഗൗരവം വിനീതയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ അമ്മയെയും രാജുമോളെയും നോക്കി. അർത്ഥപൂർണമായിരുന്നു ആ നോട്ടം. വീട്ടുസാധനങ്ങളൊക്കെ? വിനീത ചോദിച്ചു. അതൊക്കെ പുറകെ വന്നോളും. ഡ്രസ്സ് മാറുക, പോവുക. നമ്മളിപ്പോൾ അതേ ചെയ്യുന്നുള്ളൂ. പിന്നെയെല്ലാം തിരക്കിട്ട് നടന്നു. അരമണിക്കൂറിനുള്ളിൽ ശാന്തമ്മയും വിനീതയും രാജുമോളും പോകാൻ തയ്യാറായി. അവരുടെ ചിന്തകളിലും മുഖത്തും ആശങ്കയും ഭീതിയും നിറഞ്ഞു നിന്നു. വീട് പൂട്ടണ്ടേ? വിനീത നരേന്ദ്രനെ നോക്കി. വേണ്ട, നിധിയൊന്നും ഇരിപ്പില്ലല്ലോ അകത്ത്. ലൈറ്റ് അണച്ച് അവർ വരാന്തയിലിറങ്ങി. നരേന്ദ്രൻ പെൺടോർച്ച് തെളിച്ച് മുറ്റത്തേക്ക് വഴികാട്ടി. അവർ മുറ്റത്തിറങ്ങിയതും ശക്തിയേറിയ ടോർച്ച് വെളിച്ചം നരേന്ദ്രൻ്റെ മുഖത്തടിച്ചു. അവൻ്റെ കണ്ണഞ്ചിപ്പോയി. ഒന്നല്ല, 4 or 5 ടോർച്ചുകൾ. വീടിൻ്റെ പരിസരത്തെ കയ്യാലകളുടെയും മരങ്ങളുടെയും കാപ്പിച്ചെടികളുടെയും മറവിൽ നിന്ന് ഓരോ നിഴലുകൾ പുറത്തേക്ക് നീന്തിയെത്തി. വളരെ വേഗത്തിൽ അവരുടെ ചുറ്റും ഒരു വലയം തീർന്നു. നരേന്ദ്രൻ ഒന്ന് ചുറ്റി തിരിഞ്ഞു നോക്കി. 11 പേർ. അതിലൊരാൾ നരേന്ദ്രൻ്റെ മുമ്പിലേക്ക് നീങ്ങി നിന്നു. തലയിൽ ഘടിപ്പിച്ചിരുന്ന ഹെഡ്ലൈറ്റ് അയാൾ അണച്ചു. അപ്പോഴേ നരേന്ദ്രന് ആളെ മനസ്സിലായുള്ളൂ. ധർമ്മരാജൻ. നരേന്ദ്രൻ്റെ നെഞ്ചിലൂടെ ഒരിടിവാൾ പാഞ്ഞു. ശനിയാഴ്ച ഞാൻ ഇവരെ കാണാൻ വരുമെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ നീ ഇവരുടെ രക്ഷയ്ക്ക് എത്താതിരിക്കില്ലെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടടാ നായേ, ധർമ്മരാജൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മറ്റു ടോർച്ചുകളുടെ വെളിച്ചത്തിൽ അയാളുടെ പല്ലുകൾ അണലിയുടെ വിഷപ്പല്ല് പോലെ തിളങ്ങുന്നത് നരേന്ദ്രൻ കണ്ടു. ധർമ്മരാജൻ്റെ കയ്യിൽ ഒരു കൈത്തോക്ക് പ്രത്യക്ഷപ്പെട്ടു. നരേന്ദ്രൻ നിസ്സഹായനായിരുന്നു. 11 പേരോട് പൊരുതി ജയിക്കുക അസാധ്യമാണെന്ന് മനസ്സിലായി. അവൻ ഒരു വട്ടം കൂടി ചുറ്റും നിൽക്കുന്നവരെ നോക്കി. പലരുടെയും കൈവശം കുറുവടികൾ, സൈക്കിൾ ചെയിൻ, കമ്പിപ്പാര മുതലായവ. നിന്നെ കാണുന്നിടത്ത് വെച്ച് തട്ടിക്കളയാനാ കൽപ്പന, ധർമ്മരാജൻ നിന്ദാഗർഭമായ ചിരിയോടെ പറഞ്ഞു. പക്ഷേ നിന്നെ ജീവനോടെ ഒരു വട്ടം കാണുന്നത് മുതലാളിക്ക് വലിയ സന്തോഷമായിരിക്കും. നരേന്ദ്രൻ ശബ്ദിച്ചില്ല. ശാന്തമ്മയും വിനീതയും രാജുമോളും അസ്തപ്രജ്ഞരായി നിന്നു. നീ കീഴടങ്ങുന്നോ? ധർമ്മരാജൻ അവൻ്റെ നെഞ്ചിന് നേർക്ക് തോക്കു ചൂണ്ടി. വിനീതയുടെ ഉടൽ വിറച്ചു. ശാന്തമ്മ ശ്വാസമടക്കി. രാജുമോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കീഴടങ്ങുന്നു, നരേന്ദ്രൻ പറഞ്ഞു. അവൻ്റെ കൈ രണ്ടും പിടിച്ചുകെട്ട്. ധർമ്മരാജൻ തൻ്റെ അനുചരന്മാരോട് ആജ്ഞാപിച്ചു. അവരിൽ 4 പേർ മുന്നോട്ട് വന്ന് അവൻ്റെ കൈ രണ്ടും പിടിച്ചു പുറകോട്ട് പിരിച്ചു ബന്ധിച്ചു. നടക്കടാ. ധർമ്മരാജൻ നരേന്ദ്രൻ്റെ മുഖമടച്ച് ആഞ്ഞൊരടി അടിച്ചുകൊണ്ട് അലറി. നരേന്ദ്രൻ തിരിഞ്ഞ് ശാന്തമ്മയെയും പെൺമക്കളെയും നോക്കി. അവരും പുറകെ ഉണ്ടടാ, നീ വിഷമിക്കേണ്ട, ധർമ്മരാജൻ പറഞ്ഞു. ഒരാൾ നരേന്ദ്രനെ നടക്കാൻ ടോർച്ച് തെളിച്ചു കൊടുത്തു. നരേന്ദ്രൻ നടക്കല്ലിറങ്ങി. അവനെ വളഞ്ഞ് മറ്റുള്ളവർ നീങ്ങി. മുറ്റത്തു ഭയന്ന് വിറച്ചു നിന്ന ശാന്തമ്മയോടും പെൺമക്കളോടും ധർമ്മരാജൻ പറഞ്ഞു. നിങ്ങളും നടക്ക്, മടിക്കണ്ട. തമ്പി മുതലാളിയുടെ ബംഗ്ലാവ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഈ രാത്രി അത് വിസ്തരിച്ചെന്ന് കാണാം. വിനീത നിന്നിടത്ത് തന്നെ നിന്നു. അങ്ങോട്ട് നടക്കടി, ധർമ്മരാജൻ പറഞ്ഞു. വിനീത അനങ്ങിയില്ല. ധർമ്മരാജൻ കൈവീശി അവളുടെ ചെകിട്ട് തടിച്ചു. വിനീത ഞെട്ടിപ്പോയി. എൻ്റെ മക്കളെ ഒന്നും ചെയ്യല്ലേ, ശാന്തമ്മ ഒച്ച വെച്ചു കരഞ്ഞു. ശബ്ദിക്കരുത്, ധർമ്മരാജൻ ഭീഷണി പൊഴുക്കി. നടക്കാൻ. ഒരാൾ രാജിയുടെ ചുമലിൽ പിടിച്ച് മുന്നോട്ട് തള്ളി. കാറിക്കരഞ്ഞ് ബഹളമുണ്ടാക്കിയാലോ എന്ന് വിനീത ഭീതിയോടെ ചിന്തിച്ചു. അതുകൊണ്ട് ഫലമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. മുമ്പൊക്കെ വീടിന് കല്ലെറിയാനും ചീത്ത വിളിക്കാനും ഗുണ്ടകൾ എത്തുമ്പോൾ നിലവിളിച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. അപ്പോഴൊന്നും ആരും സഹായത്തിനെത്തുകയുണ്ടായില്ല. ശാന്തമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ധർമ്മരാജൻ മുമ്പേ നടത്തി. വിനീതയ്ക്കും രാജുമോൾക്കും കരച്ചിൽ കടിച്ചമർത്തി പിന്തുടരുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അവർ റോഡിലെത്തി. ധർമ്മരാജന് സംഘവും വന്ന ജീപ്പ് കുറച്ചകലെ ഒരു വളവിനപ്പുറം ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. പിന്നിൽ ബന്ധിക്കപ്പെട്ട കൈകളോടെ നരേന്ദ്രൻ ഗുണ്ടാസംഘത്താൽ വലയം ചെയ്യപ്പെട്ടു നടന്നു നീങ്ങി. പ്രധാന നിരത്തിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് പെട്ടെന്ന് തിരിഞ്ഞു വന്ന ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് പാഞ്ഞ വെളിച്ചം എതിരെ വന്നവരുടെ കണ്ണഞ്ചിച്ചു.
ശാന്തമ്പാറ ശശിയുടെ വക മിനിലോറിയായിരുന്നു അത്. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് സുഗതൻ്റെ വീട്ടു സാമാനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനായി വന്ന ഡാനിയും കൂട്ടുകാരുമാണ് അതിലുണ്ടായിരുന്നത്. നരേന്ദ്രനെ ബന്ധിച്ച് ഒരുപറ്റം അക്രമികൾ നടത്തിക്കൊണ്ടു പോകുന്ന കാഴ്ച വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ കണ്ട് അവർ നടുങ്ങിപ്പോയി. വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടി മറ്റുള്ളവർ വഴിമാറി കൊടുക്കുകയായിരുന്നു. വണ്ടി നിർത്തടാ! ഡാനിയുടെ ആക്രോശം ഉയർന്നതും വണ്ടി സഡൻ ബ്രേക്കിട്ടു. നമ്മുടെ നരേന്ദ്രനെ ദാ പിടിച്ചോണ്ട് പോകുന്നടാ, ഇറങ്ങി വാടാ പറഞ്ഞതും ഡോർ തുറന്ന് ഡാനി പുറത്തേക്ക് ചാടി. പിന്നാലെ കരുണന് ശങ്കറും ചാടി. കുഞ്ഞുമോൻ ചാടാനാഞ്ഞെങ്കിലും ആരോ പിടിച്ചു വലിച്ചതുപോലെ നിന്നുപോയി. 10-15 ആളുകൾ, ആയുധങ്ങൾ. തൻ്റെ സ്വന്തം ശരീരം പടക്കം പൊട്ടുന്നത് പോലെ ഒച്ചയും അലർച്ചയും കേട്ട് കുഞ്ഞുമോൻ വീണ്ടും നോക്കി. ഡാനി കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഡാഷ്ബോർഡിനടിയിൽ തപ്പിത്തടഞ്ഞ് ജാക്കി ലിവർ എടുത്തുകൊണ്ട് കുഞ്ഞുമോൻ പതുക്കെ ഇറങ്ങി. ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ നടക്കുന്ന പൊരിഞ്ഞ അടിയിലേക്ക് പോകാതെ ലോറിയുടെ നിഴൽ പറ്റി നിന്നു. ശാന്തമ്മയുടെ കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടുവന്ന ധർമ്മരാജൻ പെട്ടെന്ന് അവരെ വിട്ടിട്ട് തോക്കെടുത്ത് നിരായുധനും ബന്ധിക്കപ്പെട്ടവനുമായി നിന്ന നരേന്ദ്രൻ്റെ നേർക്ക് ചൂണ്ടി. അത് കണ്ടതും നരേന്ദ്രൻ താഴേക്കിരുന്ന് കളഞ്ഞു. വെടിപൊട്ടിയ ഒച്ചയിൽ സംഘട്ടന രംഗം ഒരു നിമിഷം നടുങ്ങി നിശ്ചലമായി. വെടിയുണ്ട വെളിച്ചത്തിലൂടെ ഇരുട്ടിലേക്ക് ചീറിപ്പാഞ്ഞുപോയി. നിലത്തിരുന്ന നരേന്ദ്രൻ്റെ നേർക്ക് വീണ്ടും ധർമ്മരാജൻ തോക്കു ചൂണ്ടി. കുഞ്ഞുമോൻ മിനി ലോറിയുടെ നിഴലിൽ നിന്ന് മുന്നോട്ട് കുതിച്ച് ജാക്കി ലിവർ കൊണ്ട് ധർമ്മരാജൻ്റെ വലം കൈയിൽ ആഞ്ഞൊരടിയടിച്ചു. വെടിപൊട്ടും മുമ്പേ നരേന്ദ്രൻ നിലത്തേക്ക് കിടന്നു കഴിഞ്ഞിരുന്നു. വെടിയച്ചയ്ക്കൊപ്പം ധർമ്മരാജൻ പല്ല് കടിച്ചമർന്ന ശബ്ദവും മുഴങ്ങി. അയാളുടെ വലം കൈ ജാക്കി ലിവർ സ്പർശിച്ച ഭാഗത്ത് വെച്ച് വട്ടം ഒടിഞ്ഞു തൂങ്ങി. തോക്കു താഴെ വീണു. അടുത്ത നിമിഷം ഡാനിയും ശങ്കറും കരുണനും ഗുണ്ടാസംഘത്തിന്മേൽ പാഞ്ഞു കയറി. കുഞ്ഞുമോൻ വീണ്ടും വെളിച്ചത്തിൽ നിന്നും വണ്ടിയുടെ നിഴലിലേക്ക് ജാക്കി ലിവറുമായി മുങ്ങി. നരേന്ദ്രൻ പാഞ്ഞു വന്ന് ഇടത് കൈയിൽ കടാരയുമായി നിവർന്ന ധർമ്മരാജൻ്റെ മുഖത്ത് പുറംകാൽ കൊണ്ട് അടിച്ചു വീഴ്ത്തി. താഴെ വീണ കടാര അവൻ കുഞ്ഞുമോൻ നിന്നിടത്തേക്ക് കാൽ കൊണ്ട് തോണ്ടി എറിഞ്ഞു. എടുത്ത് കെട്ടറുത്ത് കളയടാ! നരേന്ദ്രൻ ചീറി. കുഞ്ഞുമോൻ കടാര കുനിഞ്ഞെടുത്ത് നരേന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവന് കെട്ടറുക്കാൻ പാകത്തിൽ നരേന്ദ്രൻ പുറംതിരിഞ്ഞ് നിന്നുകൊടുത്തു. കെട്ടറുത്ത് കിട്ടിയതും സ്വതന്ത്രനായ നരേന്ദ്രൻ അടർക്കളത്തിലേക്ക് കുതിച്ചു ചാടി. ഡാനിയും ശങ്കറും നല്ല അച്ചടക്കത്തോടെയാണ് എതിരാളികളെ നേരിട്ടുകൊണ്ടിരുന്നത്. നരേന്ദ്രനും അവരോടൊപ്പം ചേർന്നു. ഇതിനകം എഴുന്നേറ്റ് കഴിഞ്ഞ ധർമ്മരാജൻ്റെ ഇടത്തെ കൈക്കും കുഞ്ഞുമോൻ പതുങ്ങിച്ചെന്ന് ജാക്കി ലിവറിന് ഒരടി കൊടുത്തു. ധർമ്മരാജൻ അത്യുച്ചത്തിൽ അലറി. ഡാനിക്കും ശങ്കറിനും നരേന്ദ്രനും കരുണനും കൂടി 8 പേർ ധാരാളമായിരുന്നു. ശാന്തമ്മയും വിനീതയും രാജിമോളും സംഘട്ടന രംഗത്തേക്ക് നോക്കാൻ പോലും ആകാതെ മുഖം തിരിച്ചു നിന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ചോര മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. കുഞ്ഞുമോൻ അവരുടെ സമീപത്തേക്ക് ചെന്നു. ശരിക്ക് കണ്ടോളണം, കുഞ്ഞുമോൻ അവരോട് പറഞ്ഞു. സിനിമയിലൊക്കെയല്ലേ ഇതുപോലത്തെ സ്റ്റണ്ട് കണ്ടിട്ടുള്ളൂ, അത് ഡ്യൂപ്ലിക്കേറ്റാ, ഇതാ ഒറിജിനൽ, ഞങ്ങൾക്ക് കാണണ്ട, ശാന്തമ്മ ഭീതിയോടെ പറഞ്ഞു. പേടിക്കണ്ടെന്നേ, നമ്മുടെ പാർട്ടിയാ അടിച്ചു കയറുന്നേ, നമ്മളെ ജയിക്കത്തുള്ളൂ. അതും പറഞ്ഞ് കുഞ്ഞുമോൻ ജാക്കി ലിവറെ ഓങ്ങിപ്പിടിച്ചുകൊണ്ട് സംഘടന രംഗത്തേക്ക് നീങ്ങി. നിനക്ക് വല്ലതും പറ്റിയോ നരേന്ദ്ര? ഡാനി ചോദിച്ചു. എനിക്ക് 2 അടി കിട്ടി ആ ധർമ്മരാജൻ്റെ കയ്യിൽ നിന്ന്. വിനീതിയെയും അവൻ തല്ലി. അവനെ കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടല്ലോ. നരേന്ദ്രൻ കുണ്ഠിതപ്പെട്ടു. എല്ലാവർക്കും ചെറിയ പരിക്കുകളുണ്ട്. കരുണൻ്റെ ഷർട്ടും മുണ്ടും കീറിപ്പോയി. പുറത്ത് ചങ്ങല വലിച്ചതുപോലെ ഒരു പാട്. സൈക്കിൾ ചെയിനിൻ്റെ അടിയാ, ശങ്കർ പറഞ്ഞു. ശങ്കറിനും കരുണനുമുണ്ട് പരിക്ക്. ഡാനിയുടെ കൈത്തണ്ട മുറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രൻ്റെ കവിൾത്തടം ക്ഷതമേറ്റ് കരുവാളിച്ച് കിടന്നു. ഞങ്ങൾ അല്പം നേരത്തെ വന്നത് നന്നായല്ലോടെ നരേന്ദ്ര. ടൗണിൽ ചെന്ന് വല്ലതും കഴിച്ചിട്ട് വരാമെന്ന് കുഞ്ഞുമോൻ പറഞ്ഞതാ. പെട്ടെന്നൊരു തോന്നൽ വേണ്ടാന്ന്, അല്ലെങ്കിൽ നിന്നെ ഈ സ്ത്രീകളെ അവർ കൊണ്ടുപോയേനെ, ഡാനി പറഞ്ഞു. നരേന്ദ്രൻ ഉണ്ടായ സംഭവങ്ങൾ അത്രയും വിവരിച്ചു. എന്തായാലും ഇനി സമയം കളയണ്ട. ലോറിക്കുള്ളിലേക്ക് വീട്ടു സാധനങ്ങൾ പെറുക്കി ലോഡ് ചെയ്യുന്ന പണി തുടങ്ങി. 5 പേരും വണ്ടിയുടെ ഡ്രൈവറും ഉത്സാഹിച്ചു പണിയെടുത്തു. സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി വീട് പൂട്ടി താക്കോൽ വാതിലിൽ തന്നെ വെച്ചു. എല്ലാവരും മിനി ലോറിയിൽ കയറി. ക്യാബിനിൽ ഡ്രൈവറോടൊപ്പം ശാന്തമ്മയും പെൺമക്കളും തിങ്ങി ഞെരുങ്ങിയിരുന്നു. ഇനി പുറപ്പെടാമല്ലേ? ഡാനി ആരോടുന്നില്ലാതെ ചോദിച്ചു. അവർ യാത്ര പുറപ്പെട്ടു. തമ്പി മുതലാളിയുടെ ആൾക്കാർ പടയിളകി രാത്രി തന്നെ നമ്മുടെ പുറകെ എത്തുമോ? ശങ്കർ സംശയം പ്രകടിപ്പിച്ചു. പാതിരാ കഴിഞ്ഞ നേരത്ത് എവിടുന്ന് ഗുണ്ടാപ്പടയെ സംഘടിപ്പിക്കാനാ? ഉണ്ടായിരുന്നവന്മാരെ അല്ലേ വിട്ടത്. ഇനി അവന്മാർ കാൽനടയായിട്ട് ചെന്ന് വേണം തമ്പി മുതലാളിയെ വിവരം അറിയിക്കാൻ. അപ്പോഴേക്കും നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും, കരുണൻ പറഞ്ഞു.
407 വെളിച്ചം ഇരുട്ടിൻ്റെ മാറ് പിളർന്ന് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. 2.5 മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ടവർ കല്ലാർകുട്ടിയിലെത്തി. നരേന്ദ്രൻ പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്ത് നിവർത്തി. കത്തിപ്പാറയിൽ ഏതു ഭാഗത്താണ് വീടെന്ന് അതിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരുന്നു. മിനി ലോറി കയറ്റം കയറി കത്തിപ്പാറ നിരപ്പിലെത്തി. മെയിൻ റോഡിൽ നിന്ന് വണ്ടി ഇടത്തോട്ട് തിരിഞ്ഞു. കുറച്ചു ദൂരം മുമ്പോട്ട് പോയി ഇടത്തോട്ട് ഒന്നുകൂടി വളവ് തിരിഞ്ഞ് വണ്ടി കുന്നിന്മേലെ റോഡിൻ്റെ പിരിവ് തീരുന്നിടത്ത് നിന്നു. ഹെഡ്ലൈറ്റ് അണച്ചേക്ക്, നരേന്ദ്രൻ പറഞ്ഞു. അവൻ പെൻ ടോർച്ച് തെളിച്ച് കയ്യിലെ കടലാസിലെ അടയാളങ്ങൾ നോക്കി. യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് വരച്ചെടുത്ത റൂട്ട് മാപ്പ്. ആ വേലിക്കെട്ടിൻ്റെ വലതുവശത്തുകൂടിയുള്ള വഴി. മുറ്റത്തിൻ്റെ കോണിൽ വാഗ നിൽപ്പുണ്ട്. അതാണ് പ്രധാന അടയാളം, നരേന്ദ്രൻ ഡാനിയോട് പറഞ്ഞു. പക്ഷേ അങ്ങോട്ട് വണ്ടി പോവില്ല, കരുണൻ പറഞ്ഞു. ഇവിടെ നിന്നിറങ്ങി നടക്കണം. എല്ലാവരും താഴെ ഇറങ്ങി. ക്യാബിനുള്ളിൽ തിങ്ങി ഞെരിഞ്ഞിരുന്ന ശാന്തമ്മയെയും പെൺമക്കളെയും താഴെ ഇറക്കി. വെണ്ടോർച്ച് തെളിച്ച് നരേന്ദ്രൻ മുമ്പേ നടന്നു. മണലെല്ലാം മഴയെ തൊലിച്ചുപോയി. കുണ്ടും കുഴിയുമുള്ള മുറ്റം. മുറ്റത്തിൻ്റെ കോണിൽ വാഗമരം. ചില്ലുകൾ അടർന്ന ജനാലകളുള്ള ചെറിയൊരു കെട്ടിടം. കരിയിലകളും വാഗപ്പൂക്കളും വീണടഞ്ഞ ആസ്പെറ്റോ ഷീറ്റുകളുടെ മേൽക്കൂര. നരേന്ദ്രൻ താക്കോലിട്ട് വാതിൽ തുറന്നു. യോഹന്നാൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ലെന്ന് അവന് മനസ്സിലായി. കുമ്മായം അടർന്ന ചുമരുകളും സിമൻറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ കുഴി പിടിച്ച തറയും. സ്വിച്ച് ബോർഡിലെ സ്വിച്ചുകൾ ഇട്ട് നോക്കി. ബൾബുകൾ ഒരു ഹോൾഡറിലുമില്ല. ലൈറ്റില്ലെന്നും കറണ്ട് ചാർജ് കുറേ കാലമായി അടയ്ക്കാത്തതിനാൽ കണക്ഷൻ വേർപെടുത്തിയിട്ടിരിക്കുകയാണെന്നും യോഹന്നാൻ നരേന്ദ്രനോട് പറഞ്ഞിരുന്നു. ഇനിയെല്ലാം 0 മുതൽ തുടങ്ങണം. നരേന്ദ്രൻ കരുതിക്കൊണ്ടുവന്ന മെഴുകുതിരിക്കൂട് പൊട്ടിച്ചു. 2 മുറികളുടെയും അടുക്കളയുടെയും വാതിൽപ്പടികളിൽ അവൻ ഓരോന്ന് വീതം കൊളുത്തിവെച്ചു. വരാന്തയിലും ഒരു മെഴുകുതിരി കൊളുത്തി. കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരാൾ വന്ന് നോക്കിക്കൊള്ളും, നരേന്ദ്രൻ ശാന്തമ്മയോട് പറഞ്ഞു. ഡാനിയും കരുണനും ശങ്കറും കുഞ്ഞുമോനും കൂടി മിനി ലോറിയിൽ നിന്ന് സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്ന പണി തുടങ്ങി. നരേന്ദ്രൻ്റെ കൂടി അവരോടൊപ്പം ചേർന്ന് വീട്ടു സാമാനങ്ങളെല്ലാം ക്വാർട്ടേഴ്സിൽ ചുമന്നെത്തിച്ചു. കട്ടിലും മേശയും കസേരയും മറ്റു ഉപകരണങ്ങളുമെല്ലാം അവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനങ്ങളിൽ തന്നെ വെച്ചു. കുറച്ച് പണം ശാന്തമ്മയെ ഏൽപ്പിച്ചിട്ട് നരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ രാത്രി തന്നെ പോവുകയാ എന്ന് വെച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ഒരു കണ്ണ് ഈ വീടിന് മേലെ എപ്പോഴും കാണും. ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും നിങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ എത്തിച്ചേരും. ഇവിടെ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല. താഴെ ജംഗ്ഷനിലോട്ട് എന്നാൽ അരി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുണ്ട്. നിങ്ങൾക്ക് തനിയെ പോയി വാങ്ങാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ആരാ എന്താന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? അതൊരു പ്രശ്നമാണ്. ഒന്നാമത് അയൽക്കാരും അന്യരുമായിട്ടൊന്നും വലിയ ചങ്ങാത്തം വേണ്ട. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുക. അങ്ങോട്ടൊന്നും ചോദിക്കാതിരിക്കുക. അപ്പോൾ തന്നെ നമ്മളോട് സംസാരിക്കാനുള്ള താല്പര്യം കുറയും, നരേന്ദ്രൻ വിശദീകരിച്ചു. ചോദിക്കുന്നവരോട് മുമ്പ് താമസിച്ചിരുന്നത് ചെമ്പകപ്പാറയിലാണെന്ന് പറഞ്ഞാൽ മതി. ഭർത്താവിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ പുറപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞേക്കണം. എസ്റ്റേറ്റ് ജോലി ഉണ്ടായിരുന്നു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ വീട് പട്ടിണിയിലായി. അതാണ് ഭർത്താവ് വീട് വിട്ടുപോകാൻ കാരണം. വെള്ളത്തൂലിൽ നിങ്ങളുടെ ചിറ്റപ്പനും മകനും താമസിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. മൂത്ത മകൾ പഠിച്ചിട്ടുണ്ട്, ജോലിക്ക് പോകുന്നുമുണ്ട്. വിശ്വസിക്കാൻ മനസ്സുള്ളവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ വിശ്വസിക്കേണ്ട. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാടാക്കി. വിനീതിയെ വിളിച്ച് നരേന്ദ്രൻ പ്രത്യേകം പറഞ്ഞു. പുതിയ താമസസ്ഥലം, പുതിയ ചുറ്റുപാടുകൾ, അപരിചിതരായ മനുഷ്യർ. അമ്മയ്ക്ക് ഇതെല്ലാമായിട്ട് പൊരുത്തപ്പെട്ടു വരാൻ കുറച്ച് സമയം പിടിക്കും. വിനീത വേണം അമ്മയ്ക്കും അനുജത്തിക്കും ധൈര്യം കൊടുക്കാൻ. ഒരു വാടക വീട്ടിൽ നിന്ന് വേറൊരു വാടക വീട്ടിലേക്ക് താമസം മാറി, അത്രയും വിചാരിച്ചാൽ മതി. നമ്മളെല്ലാം പിടിവള്ളിയില്ലാതെ നിൽക്കുകയാണെന്ന ഓർമ്മ വേണം. നിങ്ങളെ ഉടനെ ആരും കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ സംഘടിപ്പിക്കാമെന്ന് നോക്കണം. ഇതൊരു ഹൗസിംഗ് കോളനി പോലുള്ള സ്ഥലമാണ്. കുറേ കുട്ടികളെ കിട്ടിയാൽ ട്യൂഷൻ എടുത്താൽ പോരെ? അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നഴ്സറി സ്കൂളോ മറ്റോ? വിനീത പതുക്കെ തലയാട്ടി. അതൊക്കെ അവനവൻ്റെ യുക്തം പോലെ ചെയ്താൽ മതി. പിന്നെ തൽക്കാലം നിങ്ങൾ 3 പേരും പേര് മാറ്റുന്നതാ ബുദ്ധി. സൗകര്യം പോലെ ഓരോ പേര് നിങ്ങൾ കണ്ടുപിടിച്ചേക്കണം. ഈ രാത്രി മുതൽക്ക് തന്നെ അത് പരസ്പരം വിളിച്ച് ശീലിച്ചോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പിഴ പറ്റരുത്. വിനീത ശിരസ്സനക്കി. നരേന്ദ്രൻ രാജമോളുടെ അരികെ ചെന്നു. പേടിക്കേണ്ട കേട്ടോ, ഞാൻ താമസിയാതെ വരും. നരേന്ദ്രനും കൂട്ടേനും രാത്രി തന്നെ മടങ്ങി. അവരെ കഞ്ചാവുഷിക്ക് നിയോഗിച്ചിരുന്ന ശാന്തമ്പാറ ശശിയുടേതായിരുന്നു മിനി ലോറി. അത് ശാന്തമ്പാറയിൽ എത്തിച്ചു. കൃത്രിമ നമ്പർ പ്ലേറ്റ് മാറ്റി യഥാർത്ഥ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു. അധികം വൈകാതെ അവർ കമ്പക്കല്ലിലേക്ക് തിരിച്ചുപോയി. ധർമ്മരാജനും സംഘവും വെള്ളിക്കുള എസ്റ്റേറ്റിൽ തിരിച്ചെത്തുമ്പോൾ വെളുപ്പിന് 5:30 മണി കഴിഞ്ഞു. മഹാദേവൻ തമ്പി രാത്രി 2 മണി വരെ ധർമ്മരാജനെ കാത്തിരുന്ന ശേഷം ചെന്ന് കിടന്നു മയങ്ങി. ധർമ്മരാജനേറ്റ ഒരു പ്രവൃത്തി എന്ത് വില കൊടുത്തും എത്ര വൈകിയാലും പൂർത്തിയാക്കിയിരിക്കും.
എന്നൊരു വിശ്വാസം തമ്പിക്കുണ്ടായിരുന്നു. ഇതുവരെയുള്ള അനുഭവം അതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി അയാൾ ഇടയ്ക്കൊരു വട്ടം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുകയുണ്ടായി. പോലീസ് അപ്പോൾ തന്നെ ശാന്തമ്മയും പെൺമക്കളും താമസിച്ചിരുന്ന വീട്ടിൽ പോയി നോക്കി. വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് ആ വിവരം മഹാദേവൻ തമ്പിയെ ഫോണിൽ വിളിച്ചറിയിച്ചു. നർമ്മരാജനും സംഘവും ശാന്തമ്മയെയും പെൺമക്കളെയും കൂട്ടി യാത്ര തിരിച്ചു കഴിഞ്ഞുവെന്ന് അതോടെ മഹാദേവൻ തമ്പിക്ക് ഉറപ്പായി. പിന്നെയും വൈകിയപ്പോൾ തമ്പിക്ക് ചില സംശയങ്ങൾ തോന്നാതിരുന്നില്ല. ഒരുപക്ഷെ ജീപ്പിന് എന്തെങ്കിലും തകരാറ് പറ്റിയിരിക്കാമെന്ന് അയാൾ സമാധാനിച്ചു. ധർമ്മരാജന് തെറ്റുകൾ സംഭവിക്കാറില്ല. 5:30 മണിക്ക് വെള്ളിക്കുളം എസ്റ്റേറ്റിൻ്റെ 5 മണിക്ക് വെള്ളിക്കുളം ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ നിന്ന് കേട്ട നീണ്ട ഹോൺ ശബ്ദമാണ് തമ്പിയുടെ ഉറക്കം ഞെട്ടിച്ചത്. ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകളിൽ നിന്നുള്ള വെളിച്ചം ബെഡ്റൂമിൻ്റെ ചില്ല് ജനാലകൾ കടന്ന് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഗേറ്റ് കീപ്പർ നല്ല ഉറക്കത്തിലായിരുന്നു. നീണ്ട ഹോണടി കേട്ട് അയാൾ ഉണർന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ജീപ്പ് വന്നു നിന്നു. മഹാദേവൻ തമ്പി ഉറക്കച്ചടവോടെ കണ്ണു തിരുമ്മി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ഇതിനകം പരിചാരകൻ ഹാളിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. ധർമ്മരാജനെ 2 പേർ താങ്ങിപ്പിടിച്ചാണ് ജീപ്പിൽ നിന്ന് ഇറക്കിയത്. സിറ്റ് ഔട്ടിലെ വെളിച്ചത്തിൽ ധർമ്മരാജൻ്റെ രൂപം കണ്ട് മഹാദേവൻ തമ്പി ഞെട്ടിപ്പോയി. അയാളുടെ 2 കൈകളും മന്ത് ബാധിച്ചവനെ പോലെ നീര് വന്ന് ചീർത്തിരുന്നു. ഒടിഞ്ഞ കൈകളും തൂക്കിയിട്ട് വികലാംഗനായി അയാൾ പരാജിതനെ പോലെ തമ്പിയുടെ മുമ്പിൽ തലയും താഴ്ത്തി നിന്നു. അവരുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളിലും ശരീരഭാഗങ്ങളിലും ചോര പുരണ്ടിരുന്നു. നോവൽ നാളെ തുടരും.